ഹായ് ഫ്രണ്ട്സ്, റിന്നെ ടെസ്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ട്യൂണിംഗ് ഫോക്ക് സ്ട്രൈക്ക് ചെയ്യണം. ഓക്കെ, സ്ട്രൈക്ക് എ ട്യൂണിംഗ് ഫോക്ക്, ദെൻ പ്ലേസ് ദ ബേസ് ഓഫ് ദ ട്യൂണിംഗ് ഫോക്ക് ഓൺ ദി മാസ്റ്റോയിഡ് പ്രോസസ്. ഓക്കെ, മാസ്റ്റോയിഡ് പ്രോസസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇയറിൻ്റെ പുറകു വശത്തുള്ള ഈ ഒരു ബോണി പ്രോമിനൻസിലാണ് നമ്മൾ ബേസ് ഓഫ് ദ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്തതിന് ശേഷം വെക്കുന്നത്. എന്നിട്ട് നമ്മൾ പേഷ്യനോട് എന്താ ചോദിക്കേണ്ടത്? ആസ്ക് ദ പേഷ്യൻറ്റ് ടു ടെൽ വെൻ ദ സൗണ്ട് ഇസ് നോ ലോങ്ങർ ഹിയർഡ് ആൻഡ് ഇമീഡിയറ്റ്ലി മൂവ് ദ ട്യൂണിംഗ് ഫോക്ക് നിയർ ദ ഇയർ കനാൽ. ടെസ്റ്റ് എയർ കണ്ടക്ഷൻ. ആസ്ക് ഇഫ് പേഷ്യൻറ്റ് ക്യാൻ ഹിയർ ദ സൗണ്ട് അഗെയിൻ. ഓക്കെ, പേഷ്യനോട് നമ്മൾ ചോദിക്കുക സൗണ്ട് എപ്പോഴാണ് നിൽക്കുന്നത് എന്നുള്ളത്. ബോണി പ്രോമിനൻസിന് വെച്ചിട്ട് സൗണ്ട് എപ്പോഴാണ് നിൽക്കുന്ന സമയത്തൊന്ന് കൈ ഉയർത്താൻ പറയാം. അങ്ങനെ പേഷ്യൻ്റ് കൈ ഉയർത്തിയാൽ, ഇപ്പോൾ ഇവിടെ പേഷ്യനോട് ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്, സ്റ്റോപ്പ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇയറുടെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് പേഷ്യനോട് കേൾക്കുന്നുണ്ടോ ചോദിക്കുക. അപ്പോൾ വൈബ്രേഷൻ പേഷ്യൻറ്റിന് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബോണി പ്രോമിനൻസിൽ സ്റ്റോപ്പ് ആകുമ്പോൾ നമ്മൾ കൈ പൊക്കാൻ പറയാം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ ഹിയറിംഗ് ആണെങ്കിൽ എയർ കണ്ടക്ഷൻ മോർ ദാൻ ബോൺ കണ്ടക്ഷൻ ആയിരിക്കും. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ബോൺ കണ്ടക്ഷൻ ഇസ് മോർ ദാൻ എയർ കണ്ടക്ഷൻ. ദെൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ എയർ കണ്ടക്ഷൻ മോർ ദാൻ ബോൺ കണ്ടക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫൈൻഡിങ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വെബ് ടെസ്റ്റിൻ്റെ വീഡിയോ കണ്ടു നോക്കുക. വെബ് ടെസ്റ്റിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, എന്താണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന്. അത് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ ഒരു ഫൈൻഡിങ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പ്രൊസീജിയേഴ്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.